മഹേശനെന്നുള്ളത്തിൽ വന്നതിനാൽ എന്താനന്ദം, യേശു മഹേശനെന്നുള്ളത്തിൽ വന്നതിനാൽ എന്തൊരു മോദം, എന്തൊരു ഭാഗ്യം, യേശു എന്നുള്ളത്തിൽ വന്നതിനാൽ എന്തൊരു മോദം, എന്തൊരു ഭാഗ്യം, യേശു എന്നുള്ളത്തിൽ വന്നതിനാൽ. ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് അനുവദിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 146 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു, യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ, അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ചു, ഉറക്കെ നിലവിളിച്ചു, അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഇതെന്ത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലേക്കുള്ള ആഗമനവും തൻ്റെ ശുശ്രൂഷയും വ്യക്തമാക്കുന്ന ഒരു പ്രവചനവാക്യമായിട്ടാണ് 146-ാം സങ്കീർത്തനം 8-ാം വാക്യം നാം വായിക്കുന്നത്. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു, യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. ഇതേ ആശയത്തിൽ നമുക്ക് യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. എളിയവരോട് സദ്വൃത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് താൻ ശുശ്രൂഷ ആരംഭിക്കുന്നതെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ കർത്താവ് ഈ ഭാഗം ഉദ്ധരിച്ചു. അതിലല്പ വ്യത്യാസം നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന ഭാഗം വായിച്ച് പുസ്തകം ശുശ്രൂഷക്കാരനെ തിരികെ ഏൽപ്പിക്കുന്നതായിട്ടാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രതികാര ദിവസത്തെ സംബന്ധിച്ച് കർത്താവ് അപ്പോൾ മൗനം പാലിക്കുകയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിൽ താൻ പ്രസാദവർഷം പ്രസംഗിക്കുകയായിരുന്നു. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുകയായിരുന്നു. പീഡിതന്മാർക്ക് ആശ്വാസം നൽകുവാൻ, വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാടയും ആനന്ദ തൈലവും പകരുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ യേശു കർത്താവ് ഇനിയും ഭൂതലത്തിലേക്ക് വരുമ്പോൾ, അഥവാ കർത്താവിൻ്റെ 2-ാമത്തെ വരവിങ്കൽ താൻ തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുകയും ദൈവം ഭൂമിയെ ന്യായം വിധിക്കുകയും ചെയ്യും എന്ന് തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയരെ, അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തോടുള്ള ബന്ധത്തിൽ താൻ ചെയ്യുന്ന ശുശ്രൂഷ എന്തൊക്കെയാണ്? കുരുടന്മാർക്ക് കാഴ്ച, ബദ്ധന്മാർക്ക് വിടുതൽ. യേശു കർത്താവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുക എന്നുള്ളതായിരുന്നു. ബദ്ധന്മാരായിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതായിരുന്നു. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 25-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒരു യോബേൽ സംവത്സരത്തെ സംബന്ധിച്ച് നാം വായിക്കുന്നുണ്ട്. യോബേൽ സംവത്സരം എന്ന് പറയുമ്പോൾ 7 ശബത്താണ്ടുകൾ കഴിഞ്ഞ്, അഥവാ 49 വർഷങ്ങൾ കഴിഞ്ഞ് 50-ാമത്തെ വർഷം വരുമ്പോൾ അവിടെ ഇസ്രയേലിൻ്റെ മഹാപാപപരിഹാര ദിവസമാണത്. 7-ാം മാസം 10-ാം തീയതി മഹാപാപപരിഹാര പെരുന്നാളിനോടനുബന്ധിച്ച് ഇതാ യോബേൽ കാഹളം ഊതുകയാണ്, മഹാധ്വനി കാഹളം ഊതുകയാണ്.
എന്താണ് ഈ കാഹളധ്വനി ഊതുന്നതിൻ്റെ ഉദ്ദേശം? തിരുവെഴുത്തത് വ്യക്തമാക്കുന്നു. അതായത് ഈ കാഹളം ഊതുമ്പോൾ ബദ്ധന്മാരായിരിക്കുന്നവർക്ക് വിടുതൽ ലഭിക്കുന്നു, അഥവാ അടിമകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു, കടങ്ങൾ ഉള്ളവർക്ക് കടങ്ങൾ ഇളച്ചു ലഭിക്കുന്നു, അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് അവകാശത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുന്നു. ഈ നിലയിൽ യോവേൽ കാഹളം സ്വാതന്ത്ര്യത്തിൻ്റെ വിളംബരമായി ഇസ്രായേൽ ജനത്തിന് അനുഭവിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലേക്കുള്ള ആഗമനം മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ വിടുതൽ, നാം ബദ്ധന്മാരായിരുന്നു, പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു, നാം മരണത്തിൻ്റെ ദാസന്മാരായിരുന്നു. റോമാലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം പാപത്തിൻ്റെ ദാസന്മാരായിരുന്നപ്പോൾ നമുക്ക് എന്ത് പ്രയോജനമുണ്ടായിരുന്നു? എന്നാൽ ഇന്ന് നാം നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് വിശുദ്ധീകരണവും അതിൻ്റെ അന്തമായി നമുക്ക് നിത്യജീവന് ലഭിച്ചിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുക. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ദാസന്മാരെന്നുള്ള നിലയിൽ നാം പിശാചിനും അടിമകളായിരുന്നു. എന്നാൽ പൈശാചിക ബന്ധനത്തിൽ നിന്ന് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ കാഹളം ധ്വനിപ്പിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ കൂടെ സ്വാതന്ത്ര്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നും പാപത്തിൻ്റെ ബന്ധനത്തിൽ പിശാചിൻ്റെ അടിമകളായി കഴിയുന്നവർ ഈ യോവേൽ കാഹളത്തിൻ്റെ ധ്വനി കേട്ട് യേശുക്രിസ്തു മുഖാന്തരമുള്ള സുവിശേഷത്തിൻ്റെ കാഹളം നിങ്ങളുടെ കാതുകളിൽ വരുമ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ സ്വാതന്ത്ര്യം ലഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സുവിശേഷ കാഹളം ഇന്നും നീട്ടി ഊതിക്കൊണ്ടിരിക്കുന്നു. ഈ കാഹളം നിങ്ങൾക്ക് വിടുതലിൻ്റെ കാഹളമാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന കാഹളമാണ്, പാപത്തിൻ്റെ പിടിയിൽ നിന്ന് മോചനം നൽകുന്ന കാഹളമാണ്. ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേട്ട് യേശുക്രിസ്തുവിൽ കൂടെ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഈ സന്ദേശവും നിങ്ങൾക്ക് മുഖാന്തരമായി തീരട്ടെ. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചോളം നാം ഇനി വലിയൊരു സ്വാതന്ത്ര്യവും കൂടെ പ്രാപിക്കുവാൻ പോവുകയാണ്. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസത്തിൽ നിന്ന് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന് റോമാലേഖനം 8-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നാം അവനോട് അനുരൂപരായിത്തീരും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ വിടുതൽ നമുക്ക് ഈ ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ പോകുന്നു. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ സ്വാതന്ത്ര്യത്തിനായി നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഇനിയും നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ പിശാചിൻ്റെ ബന്ധനത്തിലേക്ക് ഇനിയും പെട്ടുപോകാതിരിക്കുവാൻ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും ഈ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് നിലനിൽക്കുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ രാവിലെയും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ അവിടുന്ന് അനുവദിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചല്ലോ. യേശുക്രിസ്തു മുഖാന്തരം ഇനി ഞങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന വലിയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം. ആ കാൽവറിയിലെ ക്രൂശിൽ അവിടുന്ന് യാഗമായി തീർന്നതുകൊണ്ട് ആ സുവിശേഷത്തിൻ്റെ കാഹളം പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ ലഭിക്കത്തക്ക നിലയിൽ ഇന്നും അത് ഊതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആ കാഹളത്തിൻ്റെ ധ്വനി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അത് കേട്ടനേകർ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുവാൻ, സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.